എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കോട്ടൺ ടോപ്പ് ബോട്ടം ദുപ്പട്ട കളക്ഷൻസ് ആണ്. ഫസ്റ്റ് ഐറ്റം ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന ഡസ്റ്റി പർപ്പിൾ കളറിനകത്ത് പ്ലേസ്മെന്റ് ഡിസൈൻ വരുന്ന ഐറ്റമാണ്. ഒരു വി പാറ്റേണിന് അവിടെ തന്നെ ഇങ്ങനെ ഒരു ലേസ് വർക്ക് ഉണ്ട്. ബോട്ടം വരുമ്പം ചിക്കൻകാരി ബോട്ടമാണ്. ഈ ഒരു ബോട്ടം നമുക്ക് വേറെ ഐറ്റത്തിലൂടെ പെയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പലാസോ മോഡലിൽ ഫുള്ളി ചിക്കൻകാരി, അതായത് നമ്മുടെ ഒരു തുടക്കം മുതലേ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കൊടുത്തിട്ടാണ് എൻഡിലായിട്ട് ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നേക്കുന്നത്. 1529 1529 സ്കാലപ്പ് പാറ്റേൺ ആണ് ബോട്ടമിൽ വരിക. ദുപ്പട്ട വരുമ്പം ഈ സെയിം ഡസ്റ്റി പർപ്പിൾ കളറിനകത്ത് ചിക്കു ഷെയ്ഡിലെ ചെറുതും വലുതുമായ പ്രിൻസ് ആണ് വന്നേക്കുന്നത്. 1529 മീഡിയം തൊട്ട് 3XL ആണ് സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആയ ഡീപ്പ് മെറൂൺ ആണ്. അതിനകത്ത് ചിക്കു ഷെയ്ഡിലെ പ്രിൻ്റ് ആണ്. ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്ന വൈറ്റ് ലേസ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ബോട്ടം പ്യുവർ വൈറ്റിൽ വന്നേക്കുന്നത്. എൻഡിലായിട്ട് സ്കാലപ്പ് പാറ്റേൺ വരും. ദുപ്പട്ട വരുമ്പം ആ രണ്ട് കളേഴ്സ് കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള മൽക്കോട്ടൺ ദുപ്പട്ടയാണ്. 1529 വി പാറ്റേൺ നെക്കാണ്. 1529 മീഡിയം തൊട്ട് 3XL ആണ് സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റ് ഐറ്റം മൽക്കോട്ടൺ ആണ്. മൽക്കോട്ടണിനകത്ത് ചെറിയ ചുങ്കിടി പ്രിൻ്റ് ആണ്. യോക്ക് വരുമ്പോൾ അതിനകത്ത് ചെറിയ സീക്വൻ വർക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ചെറിയ ഗ്യാതേർഡ് പ്ലീറ്റ്സ് ഉണ്ട്. ബാക്കിലും അങ്ങനെ തന്നെയാണ്. സൈഡിലിങ്ങനെ ചുങ്കിടി പ്രിൻ്റാണ് വരിക. മൽക്കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഇത് വാഷ് കെയർ കൊടുക്കണം. വാഷ് കെയർ കൊടുക്കണം എന്ന് വെച്ചാൽ ഇതിൽ നല്ല വാഷ് കെയർ കൊടുത്താൽ മാത്രമേ ഇത് ഈട് നിൽക്കുകയുള്ളൂ. മൽക്കോട്ടൺ ആണ്. പക്ഷെ നമുക്ക് ഈ ക്ലൈമറ്റിൽ നന്നായിട്ട് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ബോട്ടം വരുമ്പം സെയിം കളറിൽ തന്നെ സ്ട്രൈറ്റ് കട്ട് ബോട്ടമാണ് വരിക. റേറ്റ് വരുന്നത് 1560 ആണ്. സൈസ് അവൈലബിലിറ്റി വരിക മീഡിയം തൊട്ട് XXL വരെയാണ്. ദുപ്പട്ട വരുമ്പം ഈ ഒരു സ്റ്റൈൽ മൽക്കോട്ടിൽ തന്നെയുള്ള പ്രിൻറ്റഡ് ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് ദുപ്പട്ട വരിക. ചെറിയ പ്രിൻസ് സൈഡിലായിട്ട് ബോർഡർ, ഡബിൾ ബോർഡർ ആയിട്ടാണ് ഐറ്റം വരുന്നത്. 1560 ഡാർക്ക് റാണി പിങ്ക് കളറാണ്. വീഡിയോയ്ക്കകത്ത് കുറച്ചും കൂടി റെഡിഷ് ആയിട്ടായിരിക്കും കാണലുണ്ടാവുക. പക്ഷേ ഇതൊരു ഡാർക്ക് റാണി പിങ്ക് ആണ്, റൗണ്ട് നെക്കാണ്. ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. മൽക്കോട്ടൺ വിത്ത് ലൈനിങ് ആണ്. 1560 മീഡിയം തൊട്ട് XXL ആണ് സൈസ് അവൈലബിൾ. നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആയൊരു വയലറ്റ് കളറാണ്. അതിനകത്ത് ഇങ്ങനെ ബട്ടിക് പ്രിൻ്റ് ആണ് വരുന്നത്. യോക്ക് വരുമ്പോൾ ചെറിയ ഹാൻഡ് വർക്ക് ഉണ്ട്. മൽക്കോട്ടൺ ആണെങ്കിൽ മൽക്കോട്ടണിന് ലൈനിങ് കൂടി കൊടുത്തേക്കുന്ന ഐറ്റമാണ്. നല്ല വാഷ് കെയർ കൊടുക്കണം കേട്ടോ. ബോട്ടം വരുന്ന പ്ലെയിനിലാണ്. ദുപ്പട്ട വരുമ്പം ആ സെയിം കളറിൽ തന്നെ ചെറിയ പ്രിൻറ്റും ബോർഡർ ലൈനുമായിട്ടാണ് ദുപ്പട്ട വരുന്നത്. 1560 ബാക്കിലും ചെറിയ പ്ലീറ്റ്സ് ഉണ്ട്, ഫ്രണ്ടിലും ചെറിയ പ്ലീറ്റ്സ്, ഹാഫ് പ്ലീറ്റ്സ് ആണ്. 1560 മീഡിയം തൊട്ട് XXL ആണ് സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റ് ഒരു എലൈൻ കുർത്തിയാണ്. ഇത് വൈറ്റ് ആൻഡ് ലാവൻഡർ കളർ കോമ്പിനേഷനിൽ വരുന്ന ലേസ് വർക്കാണ് ഇതിൽ കൂടുതൽ വന്നേക്കുന്നത്. ഒരു വി പാറ്റേണിനൊക്കെ അവിടെ തന്നെ ലേസ്, പിന്നെ ഒരു ഹാൻഡ് വർക്ക് പോകുന്നുണ്ട്. യോക്കിൽ ചെറിയ പ്രിൻസിനകത്ത് സ്കാറ്റേഡ് ആയിട്ട് ഹാൻഡ് വർക്ക് ഉണ്ട്. അതിന് ശേഷം ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സ്, ഹാഫ് പാർട്ട് പ്ലീറ്റ്സ് ഉണ്ട്. ഇങ്ങനെ പാനൽസ് വരുന്നതാണ് കേട്ടോ. 3 പാനൽസ് വരുന്ന ഐറ്റമാണ് ഈ ഫ്രണ്ടിൽ. ബാക്കിലും അങ്ങനെ തന്നെയാണ്. എൻഡിലായിട്ടും അങ്ങനെ ഡബിൾ ലെയറായിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുമ്പോൾ യോക്കിൻ്റെ ചെറിയ ചെറിയ പ്രിൻസ് ആണ് വരിക. ദുപ്പട്ട വരുമ്പം ആ ഒരു ലാവൻഡർ കളർ ഹൈലൈറ്റ് ചെയ്തിട്ട് അതിനകത്ത് ചെറിയ പ്രിൻ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ട്, ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് ഐറ്റം വരുന്നത്. ലാവൻഡർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. 1874 1874 മീഡിയം തൊട്ട് 3XL ആണ് സൈസ് അവൈലബിലിറ്റി. നെക്സ്റ്റ് സ്ലീവ്സിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു കോട്ടൺ 3 പീസ് സെറ്റാണ്. സ്ലീവ്സ് വരുമ്പോൾ ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു ഫുൾ സ്ലീവ് വിത്ത് ഒരു പടിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. കളർ വരിക ഒരു ലെമൺ യെല്ലോ കളറാണ്. ഇങ്ങനെ റൗണ്ട് നെക്ക് വിത്ത് പിൻഡെക്സ്, അവിടെ തന്നെ ചെറിയ പേൾ വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ചെറിയ പ്ലീറ്റഡ് ആയിട്ടാണ് വരിക. സ്ലിറ്റ് ഉള്ള ലൈൻ പാറ്റേൺ ആണ്. ബോട്ടം വരുമ്പം സെയിം ഐറ്റം, അതായത് സെയിം മെറ്റീരിയൽ സെയിം പ്രിൻറ്റ് തന്നെയാണ്. ദുപ്പട്ട വരുമ്പം ആ ഒരു സെയിം ഐറ്റം തന്നെയാണ്. ഇത് ഏകദേശം ഒരു കോട്ട് സെറ്റ് മോഡലിലും നമുക്കിങ്ങനെ ടോപ്പും ബോട്ടവും മാത്രമായിട്ട് ഇട്ട ഒരു കോട്ട് സെറ്റ് മോഡലിലും ഇടാം. റേറ്റ് വരിക 1560. ലൈനിങ് ഇല്ല, കോട്ടൺ ആണ് മെറ്റീരിയൽ. 1560 മീഡിയം തൊട്ട് 3XL ആണ് സൈസ് അവൈലബിലിറ്റി. അനാർക്കലിയാണ്. ഗോൾഡൻ യെല്ലോ കളറിനകത്ത് കലംകാരി പ്രിൻസ് വരുന്ന ബ്യൂട്ടിഫുൾ ഐറ്റമാണ്. മേലിനെ പാനൽസ് ഉണ്ട്. യോ കട്ടിങ് കഴിഞ്ഞല്ല, മേലിനെ പാനൽസ് വരുന്ന ഐറ്റമാണ്. യോ കട്ടിങ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കും വെയർ ചെയ്താൽ നല്ലതായിരിക്കും. ഇതിൻ്റെ ലെങ്ത് വരിക 48 ആണ്. യോക്കിൻ്റെ അതേ മെറ്റീരിയലാണ് ടോപ്പിൻ്റെ ഹെമ്മിലും ബോട്ടമിനും വന്നേക്കുന്നത്. അതായത് ഗോൾഡൻ യെല്ലോയ്ക്കകത്ത് ചെറിയ പ്രിൻറ്റ്. ഇത് കലംകാരി പ്രിൻസ് ആണ്. 3/4 സ്ലീവ് ആണ്. ദുപ്പട്ട വരുമ്പം ആ കളറിൽ തന്നെ ഫ്ലോറൽ പ്രിൻസ് വരുന്ന ദുപ്പട്ടയാണ്. 1717 1717 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. മീഡിയം തൊട്ട് 3XL ആണ് സൈസ് അവൈലബിലിറ്റി. ടൈപ്പ് ഓഫ് ഗ്രീൻ കളറാണ്. ഒരു പീകോക്ക് ഗ്രീൻ കളറിനകത്ത് കലംകാരി പ്രിൻസ്. ഹെമ്മിൽ വരുമ്പം യോക്കിൻ്റെ അതേ മെറ്റീരിയൽ, അതായത് ഗ്രീനിനകത്ത് ചെറിയ പ്രിൻസ്, അവിടെ തന്നെ ഹാൻഡ് വർക്ക് ഉണ്ട്. ക്രിസ് ക്രോസ് ആയിട്ട് ത്രെഡ് വർക്കും പോകുന്നുണ്ട്. 1717 1717 ആണ് റേറ്റ് വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഗ്രീനിനകത്ത് ഫ്ലോറൽ പ്രിൻസ് ആണ്. നമ്മളിപ്പോൾ കണ്ട യെല്ലോൻ്റെ കളർ ചേഞ്ച് ആണ്. 1717 മീഡിയം തൊട്ട് 3XL ആണ് സൈസ് അവൈലബിലിറ്റി.